എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2023 ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ തന്നെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും കമന്റ് ബോക്സിൽ ഇടണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ 2:15 ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കിച്ചണർ എത്തി. ചേച്ചിയുടെ വീട്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് സാധനങ്ങളൊക്കെ ആയിട്ട് പെട്ടിയിൽ അതും കൊണ്ട് കയറുകയാണ്. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, സെയിം വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അധികം ആരും വന്നിട്ടില്ല. ആകെ 2-3 പേരാണ് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളാണ് അങ്ങോട്ട് ചെല്ലണം. എല്ലാവരും വരണേ ഉള്ളൂ. ചേച്ചിയുടെ വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു എന്താ പറയുക വെസ്റ്റേൺ രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട് വന്നു തുടങ്ങി ഈവനിങ് ആയപ്പോഴേക്കും. അപ്പം ഞാൻ വരണണ്ടിട്ട് ദൈവം ഇവിടെയും തൊഴിലും തരില്ല എന്നുള്ള പോലെയാണ് ഇവരൊക്കെ നിൽക്കണേ. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല, നമ്മൾ സ്റ്റിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടിക്ക് മുൻപ് പള്ളിയിൽ പോയിട്ട് കുർബാന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സെലിബ്രേഷൻ പരിപാടി തുടങ്ങണേ. അപ്പോൾ പള്ളിയിൽ ചെറിയ രീതിക്ക് എന്താ പറയുക ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. There was with the angel a multitude of the heavenly hosts. കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പള്ളി നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇംഗ്ലീഷ് പള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രീതിയിലുള്ള വെസ്റ്റേൺ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കത് ആദ്യമായിട്ട് കാണുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മൂടൽമഞ്ഞായിരുന്നു. ആ ക്രിസ്മസിൻ്റെ സമയത്ത് ഫുള്ള് ഇവിടെ ഫോഗി ക്ലൈമറ്റ് ആയിരുന്നു. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു അതേപോലെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് കുറച്ച് പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഡിന്നറിന് ഞങ്ങൾ 2 രീതിക്കാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. അതായത് ഒന്ന് നമ്മുടെ നാടൻ ഫുഡുകൾ, അതായത് കട്ട്ലേറ്റ്, ഉഴുന്നുവട, കൊള്ളിയും ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് രീതിയിലുള്ള കേക്ക്സ്, ഡോണറ്റ്സ്, വൈൻ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു സൈഡ്. അങ്ങനെ ടേബിളിൻ്റെ 2 സൈഡിലും ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഇനി ഈ പരിപാടി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെമ്മറീസ് ജീവിക്കാൻ പോണത് ഫോട്ടോസിൽ കൂടിയും വീഡിയോസിൽ കൂടി ആണല്ലോ. കിട്ടി എല്ലാവരും ഉണ്ട്. Happy birthday to you. അത് ഞങ്ങൾക്കറിയില്ല. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. Good tidings for Christmas and a Happy അമ്മ പറഞ്ഞ കാര്യം പോയി പറ. പിന്നെ വണ്ടിയുടെ അടുത്ത് പോയി അമ്മ
എന്നിട്ട് എല്ലാരോടും വാ, പറ. വാ, ഒക്കെ പറ. കേട്ടില്ല. പേര് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് സൂപ്പറാ? ലാഫിംഗ് സൂപ്പർ. Unpredictable. സൂപ്പർ. Wow. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. Joyce. എനർജി. എന്റെ ആള് എനിക്ക് ആളെ കിട്ടിയപ്പോ തന്നെ ഗിഫ്റ്റ് എന്താന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സുജിത്ത്. വലിയ കവറിന് കുഞ്ഞി കയറുന്നു. ഇതൊരു ചെറിയ ഗിഫ്റ്റ് ഞാൻ റേച്ചിന്. ഹാപ്പി ക്രിസ്മസ്. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയാസിലും അല്ലാണ്ട് കുറെ കഴിവുകളും കുക്കിങ്ങും എന്നാ വീഡിയോല്ല. യൂട്യൂബിലൊക്കെ ഉള്ള യൂട്യൂബിലെ താരം. യൂട്യൂബിലായി വരുന്നു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ചോദ്യം മാറില്ല കേട്ടോ. ഓ കത്തിരില്ലോ. ഇത് താഴാൻ പറ്റാത്തൊരു ഫ്രണ്ടാണ്. റിച്ചു. ചെയിൻ ബ്രേക്ക് ആയിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ പൊസിഷൻ മീൻസ് സ്റ്റാറ്റസ് റീസെന്റ് ചേഞ്ച് ആവും. മെയിൽ ആണ് മീൻസ് ആ ബോയ് ആണ്. അച്ഛനാണല്ലോ. എന്റെ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ഇളയാണ്. എന്റെ ഡേറ്റ് ഓഫ് അല്ല, ബർത്ത് എലീസ, എലീസ, വീഡിയോ കോൾ ചെയ്യാമോ? ഇങ്ങനെയാ കൊടുക്കണേ. പക്ഷേ വീഡിയോ കോളാ ജെയ്സൺ. മൈ ഫ്രണ്ട് ഈസ് ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ് ആരും ഇടാത്ത ഒരു
അതെ 3 പ്രാവശ്യം എടുത്തില്ല. ഗ്രൂപ്പിലേക്ക് അവസാനം വന്ന ആളാ. ഒരുമിച്ച് പോകുന്ന എനിക്ക് കിട്ടിയേക്കണ ആളെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ യൂട്യൂബർ ബ്ലോഗർ വിനു നല്ല ഗ്ലോ പറയട്ടെ, ഞാൻ കാനഡയിൽ പറഞ്ഞേക്കാളും മുന്നേ എനിക്ക് നാട്ടിൽ വെച്ച് പരിചയം ഉണ്ടായിരുന്നു ഒരാള്. ഞാനോ ഈ എല്ലാതിന്റെ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ കൂട്ടത്തിലെ ഹാൻസം ജിംനാസ്റ്റിക്സ് ജിബി എന്റെ ഫണ്ട് നമുക്ക് ഇത്രയും നല്ല പരിപാടി ഞാനായിരിക്കും കിട്ടാത്തതോ കൊടുക്കാത്തതോ പറയാത്തതോ ഇനി അടുത്തതായിട്ട് നമുക്ക് നന്ദി പ്രശ്നം നന്ദി പ്രസംഗമായിട്ടില്ല ഫുഡ് ഫുള്ള് ഇറക്കണേ സ്പൂൺ എന്നിട്ട് ഫുള്ള് ആ ഒരു മിനിറ്റ് കഴിച്ചോ അല്ലല്ല യെസ് ഒരു മിനിറ്റ് ഇവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എടോ ഇനി അടുത്ത ആള് വേഗം വേഗം ഓരോരുത്തർ റിവ്യൂ പറയൂ. ഇനി എനിക്ക് എന്താ അറിഞ്ഞത് എന്നിട്ട് ഞാൻ നോക്കട്ടെ ഫസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന്. ഞാനാണേ ഓടി ഉണ്ടായിരുന്നോ സാരില്ല ഇല്ല എടി എക്സ്പ്രഷൻ പോരട്ടെ. ഞാൻ ഫ്രണ്ട്സ് കണ്ടിട്ടില്ല സോറി. ഫുള്ള് കഴിക്കണം ഗൈസ്, ഫുൾ ഐസ് കിട്ടണം. വീഡിയോ ഇല്ല. എല്ലാരും എടുത്ത് കഴിച്ചോളൂ. താഴേക്ക് ഇറക്കണേ, താഴേക്ക് ഇങ്ങനെ ഒറ്റ സ്കൂപ്പ് എടുത്തിട്ട് കഴിച്ചു നോക്കണേ. ഇതൊക്കെ അടിപൊളിയാണോ? നാട്ടില് ഡ്രീം കേക്ക് ഇല്ലേ 5 ലെയർ, അതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് 10 ലെയർ ആക്കി എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ ഇട്ടിട്ട് കഴിച്ചു നോക്ക്. അത് മുറിക്കണ്ട, അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേ. താഴേക്ക് എടുത്ത് നല്ല 10 ലെയർ അവിടെ ഇടൂ. സൂപ്പർ ഉണ്ട്, ഒരു രക്ഷയില്ല. ഇനി ഒരു മിനിറ്റ് ഈശ്വരപ്പേരിയുടെ അതില്ല, അത് പൊട്ടിക്കുന്നില്ല, അതെനിക്കുള്ളതാ. നാളെ കഴിച്ചോളൂ. എല്ലാരും ടേസ്റ്റ് താഴെ വരെ പോയി ചേച്ചി 10 ലെയർ ഉണ്ടാവും എടുക്കണം. കേറും ചെയ്യാൻ പറ്റില്ല. സൂപ്പർ ആയില്ലേ? അതെ ഇപ്പാണ് താങ്ക് യു. അനുവാന്റെ അല്ല, പിന്നുവാന്റെ ഇനി ഉണ്ടാക്കി
സ്ട്രോബെറി കേക്കാട്ടോ ബാക്കി കഴിക്കുന്ന സാധനങ്ങൾ സൈഡില് നിന്ന് ആരറിയാതെ എന്റെ പോലെ ജോയ്സ് എല്ലാവരും മാറ്റി പറയും. എല്ലാരും അവിടെ ഫോക്കസ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് 25 ദിവസമായിട്ട് നോമ്പ് എടുത്തത് ഞാൻ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് കഴിച്ച് തന്നെ നോമ്പൊക്കെ വീടി. അതേപോലെ തന്നെ നാട്ടിലത്തെ പോലെ പ്ലം കേക്ക് മുറിച്ചില്ലെങ്കിൽ ക്രിസ്മസ് മുഴുവനാവില്ല എന്ന് പറഞ്ഞ് ജോയ്സ് ഒരു പ്ലം കേക്ക് മുറിച്ചു. ഇതാട്ടോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയത്. അത് ഇതാട്ടോ. കുപ്പി വേറെയാണ്, എന്റെ കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുപ്പി ഒഴിച്ച് വെച്ച ആള്. ഇതാണ് ആ വൈൻ്റെ ഫൈനൽ. ഓക്കെ വൈൻ വേണ്ടവരൊക്കെ ഒന്ന് പറയാ. വൈൻ ട്രൈ ചെയ്തോളൂ. 3 അപ്പൊ എല്ലാവർക്കും Ready? 1, 2, 3, go! ഷോർട്ടല്ല ഗൈസ് മകനാണ്. ഞാനിവിടെ അഭിനയിച്ച് തകർക്കണം. പിന്നെന്താ Eyes, nose, toes, head, shoulder. എനിക്കെല്ലാരും nose, ears, lips, cup. Out ആയവരൊക്കെ out ആവും. ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഗ്രൂപ്പിൽ എല്ലാവരും റീൽസും ഏതൊക്കെ ഗെയിംസ് വേണമെന്നുള്ള എൻ്റെ ഫുൾ റീലുകൾ അയക്കലായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു റീല് ഞങ്ങൾ എടുത്തു, അത് നിങ്ങൾ യൂട്യൂബ് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. പിന്നെ ബാർബിക്യൂ ഞങ്ങളുടെ പ്രോഗ്രാം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി എല്ലാവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കണ കാരണം പിന്നെ അത് മാറ്റി ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഷിൽ ചെയ്തിരുന്നു. ഡെസി ചേച്ചിനെ പൊക്കി പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. പൊക്കാനായിട്ട് വരായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഹസ്ബൻഡിനും ഡാഡിക്കും മമ്മിക്കും ബേബിക്കും ബ്രദറിനും നന്ദി. ഡാഡി ടൂപ്പിക്കും മമ്മി ടൂപ്പിക്കും കൊച്ചിന് അടുത്ത പരിപാടി അവിടെയാ. പ്രീ ബാപ്റ്റിസം പാർട്ടി ഉണ്ട്, മിഥുൻ സ്പോൺസർ ചെയ്യുന്നത്. അത് നാട്ടിലാണല്ലോ. അപ്പൊ നമുക്കിവിടെ പ്രീ ബാപ്റ്റിസം പാർട്ടി പോസ്റ്റ് ബാപ്റ്റിസം പാർട്ടി ഉണ്ടാകും. അപ്പോൾ ഇതോടുകൂടി കൊല്ലത്തെ ക്രിസ്മസ് പരിപാടികളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.